പീതാംബരം കരവിരാജിതശങ്കചക്രകൗമോദഗീസരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. സനാതനധർമ്മ സംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനായിക്കൊണ്ടുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മധുസൂദന വാര്യർ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ പറഞ്ഞു വെച്ച ഭാഗം കർദമ പ്രജാപതിയുടെയും ദേവഹൂതിയുടെയും വിവാഹവും, അതിൽ ദേവഹൂതി ഭക്തി ബഹുമാനത്തോടു കൂടിയിട്ട് തൻ്റെ ഭർത്താവായ കർദമ പ്രജാപതിയെ ശുശ്രൂഷിച്ചതും പറഞ്ഞു. 9 പുത്രിമാരുണ്ടായി. ഒരു പുത്രൻ കൂടി ഉണ്ടാവണം, കാരണം ഇവരെയൊക്കെ വിവാഹം കഴിച്ചു കൊടുക്കാൻ എനിക്കൊരു സഹായം വേണ്ടേ, ഒരു ആൺസഹായം വേണ്ടേ എന്ന് ദേവഹൂതി അപേക്ഷിച്ചതിനെ തുടർന്ന് കർദമ പ്രജാപതി അവിടെ സ്ഥിതി ചെയ്തു. നല്ലൊരു ശുഭമുഹൂർത്തത്തിൽ സർവേശ്വരനായിരിക്കുന്ന ഭഗവാൻ കപിലവാസുദേവനായിട്ട് അവതരിക്കുകയാണ്. തസ്യാം ഭഗുതിദേ കാലേ ഭഗവാൻ മധുസൂദന കാർദമം വീര്യമാപന്നോ യജ്ഞേഗ്നിരിവദാരുണി. യജ്ഞാഗ്നിക്ക് എത്രത്തോളം ശോഭയുണ്ടാവും അതേപോലെ ശോഭയോട് കൂടിയിട്ട് ഭഗവാൻ കർദമ പ്രജാപതിയുടെ ഗൃഹത്തിൽ അവതരിച്ചു എന്ന് പറയാണ്. ദേവഹൂതിയുടെയും പുത്രനായിട്ട്. അഗ്നി പലതരത്തിലുണ്ട്. ചപ്പ് ചവറ് കൂട്ടിയിട്ട് കത്തിയാലും അഗ്നിയാവും ഇല്ലേ, നിലവിളക്ക് കത്തുമ്പോഴും അഗ്നിയാവും, അടുപ്പിൽ കത്തുമ്പോഴും അഗ്നിയാവും. ചപ്പ് ചവറ് കൂട്ടിയിട്ടാൽ നമ്മൾ തൊഴുകലൊന്നുമില്ലാവോ. അപ്പോൾ ആ ഒരു അഗ്നി വേറെ. ഹോമത്തിൽ നിന്ന് ഗണപതി ഹോമം കഴിഞ്ഞാൽ അവിടെ തൊഴുകുണ്ട്. ആ ഒരു ഹോമം അഗ്നി വേറെ. ഹോമ അഗ്നിക്കും യാഗ അഗ്നിക്കും തേജസ് കുറച്ച് കൂടും എന്നാണ്. ഒരു ജാതി തേജസ്സാണ് ഉണ്ടാവും. വെളിച്ചം എന്നുള്ള നിലയ്ക്ക് തേജസ്, ഒരു ആത്മീയ തേജസ് അതിനുണ്ടാവും. മന്ത്രമൊക്കെ ചൊല്ലി നെയ്യൊക്കെ ഒഴിച്ച് അത് ശുദ്ധിയായിട്ട് കത്തിച്ചിട്ടുള്ള അഗ്നി. അപ്പോൾ അതേപോലെ എന്നാണ് ഇവിടെ ഉപമ. അത്രയും തേജസ്വിയായിട്ടാണ് കപിലവാസുദേവൻ മാർഗശീർഷ മാസത്തിലത്തെ കറുത്ത ഷഷ്ടി ദിവസം കർദമ പ്രജാപതിയും ദേവഹൂതിയുടെയും പുത്രനായി അവതരിച്ചു എന്ന് പറഞ്ഞു. ഈശ്വരാവതാരമാണ്, കലാവതാരമാണ്, അംശാവതാരമാണ്. മുകളിൽ നിന്ന് പുഷ്പവൃഷ്ടി ഉണ്ടായി, ചില വാദ്യഘോഷങ്ങളൊക്കെ ഉണ്ടായി, ദേവന്മാർ വാഴ്ത്തി നൃത്തം ചെയ്യാൻ മുതലായിട്ടതൊക്കെ അവിടെ ഉണ്ടായി. അങ്ങനെ ആ പെൺകുട്ടികളുടെയൊക്കെ വിവാഹം കഴിക്കാനായിക്കൊണ്ട് ഭഗവാൻ അമ്മയായ ദേവഹൂതിയെ സഹായിച്ചു. ആ വിവാഹങ്ങളൊക്കെ അങ്ങനെ നടന്നുപോയി. ഇപ്പം കർദമ പ്രജാപതി പറയണം, സർവേശ്വര മകനാണ് കേട്ടോ, മകനാണെന്നുണ്ടെങ്കിലും വിളിക്കുന്നത് സർവേശ്വര എന്നാണ്. ഏത് വേഷത്തിൽ വന്നാലും ഭഗവാനെ മുഴുവൻ മറയ്ക്കാൻ പറ്റില്ല. സൂര്യനെ മുഴുവൻ മറയ്ക്കാൻ മേഘങ്ങൾക്ക് പറ്റുമോ? പുറത്തേക്ക് കാണില്ല, പക്ഷേ വെളിച്ചമുണ്ടാവും. വെളിച്ചത്തിനെ മറയ്ക്കാൻ മേഘങ്ങൾക്ക് കഴിയില്ലല്ലേ. പകൽ മേഘങ്ങൾ വന്നു വിചാരിച്ചിട്ട് ടോർച്ച് എടുക്കാറുണ്ടോ ആരെങ്കിലും? അയ്യോ മേഘം മൂടിയിട്ടുണ്ട് കേട്ടോ, ടോർച്ച് എടുത്തോളൂ. ആരും പറയാറില്ല. കാരണം എങ്ങനെ മൂടിയാലും സൂര്യൻ്റെ പ്രകാശത്തെ പൂർണ്ണമായിട്ട് മറയ്ക്കാൻ പറ്റില്ല, ഭാഗികമായിട്ട് മറയ്ക്കാൻ പറ്റും. അതുപോലെ ഭഗവാനെ മറയ്ക്കാൻ ഒന്നിനു കൊണ്ടും സാധ്യത. ഇവിടെ വേഷം കെട്ടി കുട്ടിയായിട്ട്, അതുകൊണ്ടുണ്ടോ തേജസ്സിന് വല്ല മറവും വരുന്നു. അപ്പോൾ കർദമൻ അറിയാം ഇത് വേറെ ആരുമല്ല, പരംപ്രധാനം പുരുഷം മഹാന്തം. സർവേശ്വരനായിരിക്കുന്ന ഭഗവാൻ ഐശ്വര്യം, വൈരാഗ്യം, യശസ്, ജ്ഞാനം, വീര്യം മുതലായ ഗുണങ്ങൾക്കെല്ലാം വിളതിലമായിരിക്കുന്ന ഭഗവാനാണ് തൻ്റെ പുത്രനായിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് സർവേശ്വരാന്ന് വിളിച്ചതിൽ ഒരു തെറ്റുമില്ല. മകനെ എങ്ങനെ വിളിക്കാവോ എന്നൊന്നും ശങ്കിക്കണ്ട. വിളിച്ചു, പറഞ്ഞും ചെയ്തു. പ്രവ്രാജനം ചെയ്ത് ഞാൻ കാട്ടിലേക്ക് പോട്ടെ ഭഗവാനെ. ഇനിയിപ്പോൾ അമ്മയുടെ കാര്യമൊക്കെ അവിടുന്ന് ആയിക്കോളൂല്ലോ. അമ്മയെ അനാഥമാക്കിയിട്ടല്ലല്ലോ പോണത്. ഞാൻ പോയാലും അമ്മ അനാഥയാവില്ലല്ലോ. അതുകൊണ്ട് ഞാൻ തപസ് ചെയ്ത് കുറച്ചും കൂടി എൻ്റെ തപസ്സിന് ഒരു പൂർണ്ണത വരുത്തിക്കോട്ടേന്ന് സമ്മതം ചോദിക്കുകയാണ്. ഭഗവാൻ പറഞ്ഞു, പൊക്കോളൂ. അച്ഛന് തപസ്സാണോ വേണ്ടതെന്നുണ്ടെങ്കിൽ ഇനി അമ്മയുടെ കാര്യം ഞാനായിക്കോളാം. ഈ സംസാരത്തിൽ നിന്ന് തന്നെ അമ്മയെ ശാശ്വതമായിട്ട് ഞാൻ രക്ഷിക്കും. ആ ഉപദേശം കേട്ടിട്ട് ലോകത്തിന് കുറേ ആൾക്കാർക്കും കൂടി ഉപകാരം ഉണ്ടാവും ചെയ്യും. കപിലോപദേശം നേരത്തെ ഒരിക്കലും പറഞ്ഞു, അർജുനന് കൊടുത്ത ഗീതോപദേശം
ഉദ്ധവന് കൊടുത്ത ഉപദേശം ഇതൊന്നും ഒരു ഉദ്ധവനോ ഒരു അർജുനനോ ഒരു കപിലനോ വേണ്ടിയിട്ടല്ല, ഈ ലോകത്തിലുള്ളവർക്ക് മുഴുവൻ ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ കർദമ പ്രജാപതി തപസ് ചെയ്തു പ്രാപ്ത ഭാഗവതി ഗതി, മോക്ഷത്തെ പ്രാപിക്കുകയും ചെയ്തു. ഈ സമയത്താണ് സർവേശ്വരനായിരിക്കുന്ന ഭഗവാനോട് അമ്മ തൻ്റെ സംശയത്തെക്കുറിച്ച് ചോദിക്കുന്നത്. സംശയം ചോദിക്കാൻ ഇത്ര പറ്റിയ ഒരാൾ ഇനി ലോകത്തിൽ വേറെ ഉണ്ടോ? അവിടെ നിർവിണ്ണാനിതരാം ഭൂമൻ അസതിന്ദ്രിയ ദർശനാത് ഏന സംഭാവ്യമാനേന പ്രപന്നാന്ധം തമപ്രഭോ. വിളിക്കണത് പുത്ര കുട്ടി എന്നൊന്നും അല്ല കേട്ടോ, വിളിക്കണത് ഭൂമൻ, മകനാണ്. പക്ഷേ ആരാണ് മകൻ? ഭൂമൻ. ഈ പ്രപഞ്ചം മുഴുവനും വ്യാപിച്ചിട്ടുള്ളതായ തൻ്റെ നിലനിൽപ്പിന് വേറെ ഒരാളുടെയും ആവശ്യമോ പിന്തുണയോ വേണ്ടാത്ത ആ ആൾക്കാണ് ഭൂമൻ എന്ന് പറയുക. സവൈ ഭൂമ. അതുകൊണ്ട് ഭൂമാവിൻ്റെ ഡെഫിനിഷനൊക്കെ ഉണ്ട് ഉപനിഷത്തിലൊക്കെ. അങ്ങനെയുള്ള സർവേശ്വര, ഞാൻ അങ്ങയോടൊരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ ലോകത്തിലെ എല്ലാവരുടെയും അജ്ഞാനത്തെ നീക്കി അറിവ് ആകുന്ന സൂര്യൻ പ്രകാശിപ്പിക്കാൻ കഴിവുള്ള ആളാണല്ലോ സർവേശ്വര അങ്ങ്. കണ്ണില്ലാത്തവർക്ക് കണ്ണ് എന്ന വിധത്തിൽ അറിവില്ലാത്തവർക്ക് അറിവായിട്ട് വിളങ്ങുന്ന അങ്ങ് എൻ്റെ ആ സംശയം തീർത്ത് തരയണമേ എന്ന് പറയണം. എന്താണ് എനിക്ക് ചോദിക്കാനുള്ളത്? വേറൊന്നുമല്ല, ഏതുകൊണ്ടാണ് മനുഷ്യന് ശാശ്വതമായിട്ടുള്ള സുഖം കിട്ടുക? ശൗനകം മൂലക്ക് സൂതനോട് ശൗനകാദികൾ ചോദിച്ചത് അതാണ്. ശുഗമഹർഷിയോട് പരീക്ഷിച്ച് ചോദിച്ചത് അതാണ്. പണ്ടൊക്കെ പ്രധാനപ്പെട്ട സംഗതികളൊക്കെ വിതുരനും ചോദിക്കേണ്ടത് തന്നെ. പ്രധാനപ്പെട്ട സത്സംഗം ഉള്ള സജ്ജനങ്ങൾക്കൊക്കെ ഇരട്ട കാര്യം അറിയണ്ടു. എന്താ ഇപ്പം ഈ സാധാരണ സുഖം കിട്ടണ കാര്യം, ഈ സുഖവും തമ്മിലുള്ള വ്യത്യാസം? സാധാരണ സുഖം കിട്ടണത് കുറച്ച് കഴിഞ്ഞാൽ ദുഃഖമായിട്ട് മാറും. അല്ല, ചില സുഖം അവസാനമുണ്ട് ഇല്ലേ? ഏത് സുഖത്തിനും അവസാനമുണ്ട്. ഭക്ഷണം കഴിക്കണു, പഞ്ചാര പായസം നമ്മൾ എത്ര കഴിക്കും? ഏറി വന്നാൽ ഒരു 3 ഗ്ലാസ് കഴിക്കുന്നു കൂട്ടുക അല്ലേ? നമ്മുടെ കണക്ക് വെച്ച് വെറുതാട്ടോ, അതിലധികമൊന്നും കഴിക്കുന്നതിലൊക്കെ അത്ര തന്നെ പറ്റില്ല. പിന്നെയും കുറച്ചും കൂടി കഴിച്ചോളൂ എന്ന് പറഞ്ഞാലോ ശല്യമായി എന്ന് പറയും അല്ലേ? വിളമ്പുമ്പോൾ നിങ്ങളോടല്ലേ നിർത്താൻ പറഞ്ഞാൽ ഇവിടുന്ന് നീട്ട് പോകണം, സാധനം നിങ്ങളുടെ ആണെങ്കിലും വയറെൻ്റെ ഒന്ന് നിർത്തൂ എന്ന് പറഞ്ഞ് വിളമ്പൽ നിർത്തിയില്ലെങ്കിൽ ചിലപ്പോൾ ചുണ്ടിയെടുക്കലുണ്ട് നമ്മൾ. എന്താ കാരണം? ഇനി ആ ഭക്ഷണം നമുക്ക് വേണ്ടേ വേണ്ട, അതിൻ്റെ അവധിയായിരിക്കണു. ഇനിയും ഭക്ഷണം കഴിച്ചാൽ നമുക്കതൊരു ശല്യമായിട്ട് മാറും. പാട്ട് എത്രയോ കേൾക്കണു, സംഗീത രസികനാണ്, ധാരാളം കേൾക്കണ ആളാണ്. ഒരു 4 മണിക്കൂർ കേൾക്കണേ, കുറച്ച് സൗണ്ടും കൂടിയും കൂട്ടി വെച്ചാൽ 4 മണിക്കൂർ കഴിഞ്ഞാൽ അയാൾ തന്നെ ഓഫാക്കും അല്ലേ? ഇത്ര നേരമായി, ഇനി ലേശം നേരം. ടി വി 3 മണിക്കൂർ കഴിഞ്ഞാൽ നിർത്തുക ലേശം നേരം. അപ്പോൾ എന്താ കാരണം? മടുത്തു. ഈ ലോകത്തിൽ കണ്ണുകൊണ്ടായാലും മൂക്കുകൊണ്ടായാലും നാവുകൊണ്ടായാലും അനുഭവിക്കുന്ന സുഖങ്ങൾക്കൊക്കെ ഒരവധിയുണ്ട്. വീണ്ടും ആ സുഖം നമ്മൾ അനുഭവിച്ചാൽ അത് തന്നെ ദുഃഖമായിട്ടും ശല്യമായിട്ടും പരിണമിക്കും. അപ്പോൾ അത് യഥാർത്ഥമായിട്ടുള്ള സുഖം അല്ല. ദേവഹൂതി ആ വിമാനത്തിലിരുന്ന് ഇനി അനുഭവിക്കാത്ത സുഖമൊന്നുമില്ല, എല്ലാ സുഖവും അനുഭവിച്ചു. ഒന്ന് മനസ്സിലായി, ഇതിനൊന്നും ശാശ്വതത്വമില്ല, ശാശ്വത സ്വഭാവമില്ല, സുഖം ശാശ്വതമല്ല. അതുകൊണ്ട് സർവേശ്വര, ഏറ്റവും മനുഷ്യന് സുഖം ശാശ്വതമായിട്ട് നൽകുന്ന സംഗതി ഏതാണ് എന്ന് എനിക്കൊന്ന് പറഞ്ഞു തരണം എന്ന് എല്ലാവർക്കും ഈ ലോകത്തിന് മുഴുവൻ ഉപകാരമാവാനുള്ള രീതിയിലൊരു ഉപദേശം പ്രതീക്ഷിച്ചിട്ടാണ് അമ്മ ചോദിക്കുന്നത്. അപ്പം ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ്, ഇന്ദ്രിയങ്ങളെ കൊണ്ട് അനുഭവിക്കുന്ന എല്ലാ സുഖവും താൽക്കാലികമാണ്. ആ ആത്മാവ് കൊണ്ടാണ് സുഖം അനുഭവിക്കേണ്ടത്. ആത്മസുഖത്തെയാണ് നമ്മൾ തേടേണ്ടത്. ആ സുഖം മാത്രമേ നിലനിൽക്കുള്ളൂ. ഈ ഒരു ആശയം വെച്ചിട്ടാണ് ഭഗവാൻ അതിന് മറുപടി പറയുന്നത്. അപ്പം അതിന് യഥാർത്ഥത്തിൽ ഈ സുഖം ശാശ്വതമാവണമെങ്കിൽ സുഖമെന്ത് ദുഃഖമെന്ത്, അതുപോലെ തന്നെ ശാശ്വതമായിട്ട് നമുക്ക് ഈശ്വരാനുഭവത്തിൽ നിന്ന് കിട്ടുന്ന അനുഭൂതി എന്ത്, ഇത് വേർതിരിച്ച് അറിയണം. അതിന് ഏറ്റവും എളുപ്പവഴി എന്താ വെച്ചാൽ, സുഖമുണ്ടെങ്കിൽ ദുഃഖം ഉണ്ടാവും. സുഖത്തിൻ്റെ മറുവശമാണ് ദുഃഖം, ഉറപ്പാണ്.
കുണ്ടുണ്ടെങ്കിൽ കുഴിയുണ്ട് ഇല്ലേ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ സുഖം ഉണ്ടെങ്കിൽ ദുഃഖമുണ്ട് തീർച്ചയാണ്. അപ്പോൾ ഈ ദുഃഖം മനസ്സിനെ ബാധിക്കാതിരിക്കാനുള്ള ഏക വഴി എന്താ അറിയോ? സുഖത്തെ ത്യജിക്കുക, സുഖത്തെ ഇല്ലാണ്ടാക്കുക, സുഖത്തിൽ മനസ്സ് മുഴുകാതിരിക്കുക. അതിന് ഏറ്റവും എളുപ്പത്തിൽ നമുക്കൊരു വഴി പറയാൻ പറ്റും. ഈ കറണ്ട് പോയാൽ നമുക്കൊക്കെ വലിയ വിഷമമാണ് ഇന്നത്തെ കാലത്ത്, കാരണം ശീലിച്ചു. ഈ കറണ്ട് പോവുക, സപ്ലൈ ഫെയിലാവുക എന്ന ദുഃഖം അല്ലെങ്കിൽ സുഖമില്ലായ്മ എങ്ങനെ ഉണ്ടായി? കറണ്ട് ഉണ്ടാവുകൊണ്ടാണ് അല്ലേ? കറണ്ടേ ഇല്ല എന്ന് വിചാരിച്ചു നോക്കൂ. അത് കറണ്ട് ഉണ്ടായിരുന്നില്ല, ഉണ്ടായിരുന്നോ? അന്ന് കറണ്ട് പോയ ദുഃഖമുണ്ടോ? കറണ്ട് ഉണ്ടെങ്കിലല്ലേ കറണ്ട് പോയ ദുഃഖം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഉദാഹരണത്തിൽ നമുക്ക് ഒന്ന് മനസ്സിലാക്കാം. സുഖം അനുഭവമാണ് ദുഃഖാനുഭവത്തിന് കാരണം. സുഖാനുഭവമാണ് ദുഃഖാനുഭവത്തിന് കാരണം. അപ്പോൾ ഈ സുഖാനുഭവം എങ്ങനെ ഇല്ലാണ്ടേക്കാം? അതിൽ ഇഴുകിച്ചേരാതിരിക്കുക. ആ അനുഭവത്തിൽ ഇഴുകിച്ചേരാതിരുന്നാൽ സുഖത്തോടു കൂടി ചേരാതെ ആക്കാം. ഒരു വിദ്യയാണത് മനസ്സിനെ. സുഖത്തോടു കൂടി ചേരാതിരുന്നാലോ അതിൻ്റെ അഭാവത്തിലുള്ള ദുഃഖവും നമുക്കുണ്ടാവില്ല. സുഖമാണ് ആ അവസ്ഥയാണ് നമുക്ക് ഉണ്ടാവുന്നത് ഒരു കാര്യം കൊണ്ടെങ്കിൽ അതിൻ്റെ അഭാവമാണല്ലോ ദുഃഖം ഉണ്ടാക്കുന്നത്. ചുരുക്കം സുഖവും ദുഃഖവും മനസ്സിനെ ബാധിക്കാത്ത ഒരവസ്ഥയിലാക്കുക. സുഖം ദുഃഖം അവിടെ ഉണ്ടാവും, അവിടെ ഉണ്ടായിക്കോട്ടെ. നമ്മുടെ മനസ്സിനെ ബാധിക്കാത്ത വിധത്തിലുള്ള ഒരു കുട മഴ കൊള്ളാതെ പിടിക്കുന്നത് പോലെ ആക്കി തീർക്കുകയാണ് ഒരേ ഒരു മാർഗം. അതിനുത്തരമായി സുഖം വരുമ്പോൾ നമുക്ക് ദുഃഖം ഉണ്ടാവും. സുഖം ദുഃഖവും കൂടി മാറി മാറി വരുന്ന അവസ്ഥയാണ് നമുക്ക് വിഷമം. അപ്പോൾ ആ സുഖാനുഭവത്തിൽ മനസ്സിനെ കൊടുക്കാതിരിക്കുക, ദുഃഖാനുഭവത്തിലും മനസ്സിനെ കൊടുക്കാതിരിക്കുക. അപ്പോൾ അടുത്ത ചോദ്യം വരും, എങ്ങനെ? അപ്പോൾ മനസ്സിലായതുകൊണ്ട് കാര്യമില്ല, ഇത് എങ്ങനെ സാധിക്കും? പഞ്ചാര പായസം കഴിക്കുമ്പോൾ ആർക്കാ സുഖം ഉണ്ടാവാണ്ടിരിക്കുക? ഇഷ്ടപ്പെട്ട വിഭവം കഴിക്കുമ്പോൾ ആർക്കെങ്കിലും സുഖമില്ല. അവന് ഇഷ്ടപ്പെട്ട വിഭവമാവണം. എനിക്ക് പിന്നൊരു സാധനമാണ് ഇഷ്ടം, അത് വളരെ നെയ്യപ്പം ഇഷ്ടമാണ്, അത് കിട്ടിയ സുഖമില്ലാണ്ടിരിക്കുമോ? തീരെ ഇഷ്ടമല്ലാത്ത കാര്യമാണ് കൈപ്പയ്ക്ക, അത് കിട്ടിയാൽ ദുഃഖമില്ലാണ്ടിരിക്കുമോ? ഇന്നത്തെ ഊണ് മുഴുവൻ പോക്കാം. അവരോട് അപ്പോഴും ഞാൻ പറഞ്ഞു കൈപ്പയ്ക്ക ഉണ്ടാക്കണ്ട, അത് തന്നെ കൊണ്ടുണ്ടാക്കിയിരിക്കണം. അപ്പോൾ ഇഷ്ടമില്ലാത്ത വിഭവം കിട്ടിയ ദുഃഖവും ഇഷ്ടമുള്ള വിഭവം കിട്ടിയ സുഖവും ഉണ്ടാവണുണ്ട്. പിന്നെ എങ്ങനെയായിരുന്നു മുക്തി നേടുക? അത് വേണ്ട എന്ന് പറഞ്ഞാൽ നടക്കുമോ എന്നാണെങ്കിൽ നടക്കും. എങ്ങനെ നടക്കും? ഈ മനസ്സ് സുഖത്തിലും ദുഃഖത്തിലും പോയി ഒട്ടുക എന്ന് പറയുന്ന അവസ്ഥ കൊണ്ടാണ് ഇത് രണ്ടും ഉണ്ടാവുന്നത്. അപ്പം മനസ്സിനെ അത്തരം സംഗതികളിൽ നിന്ന് വേറെ ആക്കണം, അത്തരം സംഗതികളോട് കൂടിയുള്ള ചേർച്ച ഇല്ലാതാക്കണം. വളരെ സിമ്പിളാണ്. അതോടുകൂടി ചേരുമ്പോൾ സുഖം ഉണ്ടാവും, ദുഃഖം ഉണ്ടാവും. സുഖം പോയാൽ ദുഃഖം, ദുഃഖം ഇല്ലാത്ത അവസ്ഥ സുഖം, ഇതിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ മനസ്സിനെ അതിൽ നിന്ന് ഒന്ന് വേറെ ആക്കുക, ഒരു കവചം കൊടുക്കുക, ഒരു മതിൽ കെട്ടുക. അത്രയും മനസ്സിലായി. എങ്ങനെ ഇത് പ്രാവർത്തികമാക്കാം? സുഖദുഃഖങ്ങളാകുന്ന ആ ഉപദ്രവം ഉണ്ടാവാണ്ട് ഏത് മതിലാണ് അപ്പോൾ കെട്ടുക? ഇഷ്ടികയും സിമെൻറ്റും കൊണ്ടാണോ? സ്നേഹമതിൽ കെട്ടലെന്നൊന്നുണ്ട്, അപ്പോൾ അതാണോ? അല്ല. അതുകൊണ്ടൊന്നും മനസ്സിനെ മതിൽ കെട്ടി തിരിക്കാൻ സാധ്യമല്ല. ഭഗവാൻ പറയണം, അമ്മേ ജ്ഞാനവൈരാഗ്യയുക്തേന ഭക്തിയുക്തേന ചാത്മന. ഏത് കഴിച്ചാലും ഏത് കഴിച്ചില്ലെങ്കിലും എന്തോ ഏതോ ഇതൊന്നും ശ്രദ്ധിക്കാതെ ആവാൻ പറ്റിയൊരു മതിലാണ് ഭക്തിജ്ഞാനവൈരാഗ്യങ്ങൾ. ജ്ഞാനവൈരാഗ്യത്തോട് കൂടിയിട്ടുള്ള ഭക്തി. ഇവിടെ വ്യത്യാസം ഉണ്ട് കേട്ടോ, വെറും ഭക്തിയല്ല. പ്രപഞ്ചത്തിനെ ഒന്നങ്ങനെ മാറ്റി നിർത്തണം, ആ ഉദ്ദേശത്തോടു കൂടി ഒരു ഭക്തി, ജ്ഞാനവും വൈരാഗ്യവും അതിൻ്റെ കൂടെ ഉണ്ടായിക്കോട്ടെ, എന്നാലേ ഭക്തിക്കൊരു ഉറപ്പ് കിട്ടുള്ളൂ. വൈരാഗ്യം എന്ന പ്രപഞ്ചത്തിനോട് ആസക്തി, ഇഷ്ടമുള്ള വിഭവം വേണ്ട, എന്തെങ്കിലും കഴിച്ചാൽ മതി, ഇഷ്ടമില്ലാത്തതും കഴിക്കാം, അങ്ങനെ ആക്കി തീർക്കുക. ഇഷ്ടമുള്ളത് തന്നെ വേണം എന്ന നിർബന്ധമില്ല, വിശപ്പ് മാറ്റാൻ എന്തെങ്കിലും കിട്ടിയാൽ മതി എന്ന് ആക്കി തീർക്കുക. അത് അങ്ങനെ വിരാഗം ഉണ്ടാവുക, ഒന്നിനോടുമുള്ള ഒരു അമിതാസക്തി ഇല്ലാണ്ടിരിക്കുക, എന്നിട്ട് ഭക്തി ഉണ്ടാക്കുക. അതാണ് ജ്ഞാനവൈരാഗ്യയുക്തേന ഭക്തി എന്ന് പറയുന്നത്, വെറും ഭക്തിയല്ല. ആ ഭക്തി നമ്മുടെ മനസ്സിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ
സുഖാനുഭവം ഉണ്ടാവില്ല, ദുഃഖാനുഭവം ഉണ്ടാവില്ല. മാത്രമല്ല മനസ്സിന് എന്തെങ്കിലും ഒരു പിടിച്ചു നിൽക്കാനൊരു ഇത് വേണം, ഒരു ബേസ്, ഒരു അടിസ്ഥാനം വേണം. അത് നമ്മൾ സാധാരണ സുഖദുഃഖങ്ങളിൽ പിടിച്ചു നിൽക്കുമ്പോഴാണ് കുഴപ്പം. ഇളകിക്കൊണ്ടിരിക്കുന്ന ബലമില്ലാത്ത ഒരു കുറ്റിയിൽ നമ്മൾ പിടിച്ചാൽ എന്താ ഉണ്ടാവുക? നമ്മളും വീഴും, അതും വീഴും. ഒരു മൈക്കിൻ്റെ സ്റ്റാൻഡ് തന്നെയാണ് കൂട്ടിക്കോളൂ. അത് പിടിച്ച് കയറാൻ നോക്കിയാൽ എന്താ ഉണ്ടാവും? മൈക്കും മറിയും, നമ്മളും മറിയും, ഇല്ലേ? അപ്പം നമ്മൾ ഈ സുഖദുഃഖങ്ങളാകുന്ന ഉറപ്പില്ലാത്ത കുറ്റിയെ പിടിക്കണം. ഒരുറപ്പുമില്ല, അത് ഇന്നുണ്ടാവും, നാളെ ഉണ്ടാവില്ല, ഇപ്പം ഉണ്ടാവും, അടുത്ത നിമിഷം ഉണ്ടാവില്ല, അതിനെ പിടിക്കുക. അപ്പം നമ്മളും വീഴും. സുഖദുഃഖങ്ങൾ ശാശ്വതമല്ല താനും. അതൊന്ന് മാറ്റി അതിനെ പിടിക്കണ പോണ്ട. ഏതിനെ പിടിക്കുക? നല്ല ബലമുള്ള ഒരു തൂണിനെയാണ് പിടിക്കുക. അത് വീഴുമോ? തൂണും വീഴില്ല, നമ്മളും വീഴില്ല. ആണ് വീഴാത്ത തൂണാണ് ഏത്? ഭക്തി. ഒരിക്കലും വീഴില്ല. മനസ്സിലാണ്ട് ഉറച്ച് കിട്ടുക വേണ്ടു. ഉറച്ചാണ്ട് കിട്ടിയാൽ ആ തൂണ് ഒരു കാരണവശാലും ഇളകാത്ത തൂണാണ്. അപ്പോൾ അതിനെയാണ്ട് പിടിച്ചു നോക്കൂ, നമ്മൾ വീഴില്ല. അത്രയേ വേണ്ടൂ. ഉറച്ച ഭക്തിയാകുന്ന ആ ബലത്തിൽ നിൽക്കാൻ കഴിയണം. പിന്നെ ഏത് വരിയെ പോവുകയോ ചെയ്തോട്ടെ. ഇങ്ങനെ അമ്മേ ഭക്തിയാകുന്ന ആ അടിസ്ഥാനത്തിൽ നമ്മുടെ മനസ്സിനെ ചേർക്കുക. അപ്പോൾ മനസ്സിന് പിടിച്ചു നിൽക്കാൻ നല്ലൊരു ബേസ് കിട്ടും, നല്ലൊരു പിടിവള്ളി കിട്ടും. പിന്നെ സുഖം വന്നാലും നമ്മൾ ശ്രദ്ധിക്കില്ല, ദുഃഖം വന്നാലും നമ്മൾ ശ്രദ്ധിക്കില്ല. വളരെ സിമ്പിളാണ്. നമ്മൾ ഏതെങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിൽ എൻഗേജ്ഡ് ആയാൽ, ഉദാഹരണം ഇപ്പോൾ 10 മണിക്ക് മുമ്പ് ഒരു വർക്ക് തീർക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അയാളുടെ ഇടയിൽ ഫോൺ വന്നാൽ എടുക്കുമോ? അത് സൈലൻ്റ് ആയിക്കോളൂ. അപ്പോൾ അതിലിടയിൽ എടുത്താൽ പറ്റില്ല. അപ്പം കൊണ്ടുവരികയാണ് ഒരാൾ, ഒരു ചായ കുടിക്കണോ? ചായ ഇവിടെ ഇപ്പോൾ ഈ വർക്ക് ചെയ്യണം, അല്ലാണ്ട് പറ്റില്ല കുട്ടി, ചായ അവിടെ ഇരിക്കട്ടെ, അപ്പോൾ കുടിക്കാൻ നിൽക്കാൻ പറ്റില്ല. ഒരാൾ കോളിംഗ് ബെല്ല് അടിച്ചു, അവിടെ നിൽക്കാൻ പറയൂ. അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിൽ മുഴുകിക്കൊണ്ടിരിക്കുമ്പോൾ വേറൊരു കാര്യത്തിലും ശ്രദ്ധിക്കില്ല. ഇതേപോലെ ഭഗവത് ഭക്തിയാകുന്ന കാര്യത്തിലാണ് മുഴുകിയാൽ പിന്നെ ഒരു സുഖത്തിലോ ദുഃഖത്തിലോ ശ്രദ്ധിക്കാതാവുന്നു. സുഖദുഃഖങ്ങൾ ബാധിക്കാത്ത ശാശ്വതമായ ഒരു അവസ്ഥയിൽ നമ്മുടെ മനസ്സെത്തും. അത് സുഖം എന്ന് പറയുക വയ്യ. സുഖമാണെങ്കിൽ അതിന് അവസാനമുണ്ട്, ദുഃഖമാണെങ്കിൽ അതിന് അവസാനമുണ്ട്. ഈശ്വര ഭജനത്തിൻ്റെ അവസാനം ഇല്ല എന്നല്ലേ ഇപ്പം പറഞ്ഞാൽ. അപ്പോൾ അതെങ്ങനെയാണ് സുഖമാവുക? അത് സുഖമല്ല. അതിനെ നമ്മൾ പറയുക നിർവൃതി എന്നാണ് പറയുക. നിർവൃതി. ഇതാ വ്യത്യാസം. സുഖത്തിന് അവസാനമുണ്ട്, നിർവൃതിക്ക് അവസാനമില്ല. നിർവൃതിക്ക് അവസാനമില്ല. ഈ വ്യത്യാസമുണ്ട്. സുഖത്തിൽ ഞാനുണ്ട്. ഞാൻ നല്ല ഭക്ഷണം കഴിച്ച് സുഖം അനുഭവിക്കുന്നു, ഞാൻ മ്യൂസിക് കേട്ട് സുഖം അനുഭവിക്കണം, ഇതൊക്കെ ഞാനുണ്ട് കേട്ടോ. ഞാനാണ് സുഖം അനുഭവിക്കുന്നത്. നിർവൃതിയിലോ ഞാനില്ല. അതാണ് കാര്യമായിട്ടുള്ള വ്യത്യാസം. ഈശ്വരനിലേക്ക് അങ്ങോട്ട് അലിഞ്ഞാൽ പിന്നെ അവിടെ ആരില്ല? ഞാനില്ല. അപ്പോൾ സുഖവും നിർവൃതിയും ഒന്നാണോ? അല്ലേ അല്ല. സുഖത്തിൽ ഞാനുണ്ട്, ഞാൻ സുഖം അനുഭവിക്കേണ്ട. നിർവൃതിയിൽ ഞാനില്ല. അപ്പം ഞാനില്ലാത്ത ആ ഒരു നിർവൃതി സുഖമല്ല കേട്ടോ. അത് ആ അവസ്ഥയിലേക്ക് നമ്മൾ ഉറപ്പിച്ചാൽ എന്തുണ്ടാവില്ല? സുഖവും ഇല്ല, ദുഃഖവും ഇല്ല. അങ്ങനൊരു ഭക്തിയിൽ ഉറപ്പിക്കുക മനസ്സ്. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, ഇത് ഇത്ര എളുപ്പമാണ് വെച്ചാൽ അത് ചെയ്തുകൂടെ എല്ലാവർക്കും? എളുപ്പമല്ല, ലേശം ചില ബുദ്ധിമുട്ടുണ്ട് അമ്മേ. ആ ഭക്തി ഉണ്ടാവണം വെച്ചാൽ ചില കാര്യങ്ങളൊക്കെ നമ്മൾ അനുഷ്ഠിക്കണം കേട്ടോ എന്ന് പറയണം. അതിന് ഏറ്റവും പ്രധാനം എന്താ അറിയോ? നല്ല ജനങ്ങളുമായിട്ടുള്ള സംസർഗം ഉണ്ടാവുക. ഉണ്ടോ ആർക്കെങ്കിലും? പുറത്തേക്ക് ഇറങ്ങി വണ്ടി കയറി ആഫീസിൽ പോയി പണിയെടുത്തു, ആരൊക്കെ കണ്ട് അവരോടൊക്കെ സംസാരിച്ചു തിരിച്ചെത്തി എന്നല്ലാണ്ട് ഇത് സജ്ജനമാണോ, വേണ്ട ആളോടാണോ നമ്മൾ ഇടപഴകണത്, അത് നോക്കിയിട്ടാണോ നമ്മൾ ഇടപഴകണത്? അതുതന്നെയാണ് സജ്ജന സംസർഗം. അത്ര എളുപ്പമല്ല. മനുഷ്യാണാം മുമുക്ഷുത്വം, മനുഷ്യത്വം, മുമുക്ഷുത്വം, മഹാജന സംശ്രയം, ഇത് മൂന്നും വളരെ വിരളാണ് അത്ര ലോകത്തിൽ, വളരെ വിരളമാണ്. പക്ഷെ ആ സത്സംഗം കൊണ്ടേ ഭക്തി ഉണ്ടാവുള്ളൂ. അവരെ കണ്ടാൽ എങ്ങനെ തിരിച്ചറിയാം? ഇവിടെ പറയണമ്മ ഈ അനന്യേന ഭാവേന ഭക്തിം കുറുവന്തി ഏതിടാം. അമ്മേ, എന്നിലുള്ളതായ അചഞ്ചലമായ ഭക്തി, മദാശയ കഥാമിട്ട, എൻ്റെ കഥകൾ പറയുക, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, ഇതിൽ ശ്രദ്ധയുള്ളവരാണ് സജ്ജനങ്ങൾ. തപന്തി വിവിധ താപ, ദുഃഖങ്ങളൊക്കെ സഹിക്കാം, ഒരു വിഷമമില്ല. സുഖം കിട്ടിയാലോ അത് ആസക്തിയില്ലാതെ അനുഭവിക്കുക. അങ്ങനെ സുഖത്തിലും ദുഃഖത്തിലും മനസ്സിനെ കൊടുക്കാതെ എപ്പോഴും
ഈശ്വരഭാവത്തിൽ വർത്തിച്ച് എൻ്റെ കഥകൾ പറഞ്ഞ് നാമം ജപിച്ച് അത് മറ്റുള്ളവരെ കേൾപ്പിക്കുന്നതിൽ താല്പര്യം ഉണ്ടാവുക, കഥകൾ പറയാനുള്ള താല്പര്യം ഉണ്ടാവുക. അത്തരത്തിലുള്ള സജ്ജന സംഘമാണ് അമ്മേ ഭക്തി ഉണ്ടാവാനുള്ള ഏകമാർഗം. മറ്റൊരു മാർഗവും ഇല്ല. വാങ്ങാൻ കിട്ടില്ല. 2 കിലോ ഭക്തി പാക്കറ്റ് വാങ്ങിയിട്ട് കഴിച്ചളയാം, അല്ലെങ്കിൽ ഒരു കഷായം കുടിച്ചളയാം, അതുകൊണ്ടൊന്നും ഭക്തി ഉണ്ടാവില്ല. ഭക്തി ഉണ്ടാവാൻ സജ്ജന സംഘം ഉണ്ടാവുക, ഈശ്വര കഥകൾ ധാരാളമായിട്ട് കേൾക്കുക. അല്ലേ? ഇപ്പം നമ്മൾ അധികം ഉറങ്ങിക്കളയണ സമയമായി. ഉച്ചയ്ക്ക് അധികം ഉറങ്ങിയാൽ കേടാ പകൽ. ലേശം ഉറക്കം കുറയ്ക്കാലോചിച്ചിട്ടായി 2 to 3 നമ്മുടെ ഈ പരിപാടി വെച്ചിരിക്കണത്. ആ സമയത്ത് ഇങ്ങനെയൊക്കെ നല്ലത് കേൾക്കുകയാണെങ്കിൽ, ആ സമയത്ത് ഈശ്വര കഥകളൊക്കെ കേൾക്കുകയാണെങ്കിൽ നമുക്ക് എത്രയധികം ഉറക്കം കുറയ്ക്കാം. ആവശ്യമില്ലാത്ത മനസ്സിന് രോഗം ഉണ്ടാക്കുന്ന സംഗതികളെ കുറയ്ക്കാം. അപ്പോൾ ആ ഈശ്വര കഥകൾ കേൾക്കുക, സജ്ജന സംഘം ഉണ്ടാവുക. ഇത് മാത്രമേ ഭക്തിക്ക് അടിസ്ഥാനമുള്ളൂ, ഭക്തിക്ക് കാരണം, ഭക്തിക്ക് മാർഗം ഉള്ളൂ എന്ന് പറയുകയാണ്. അതുകൊണ്ട് അമ്മേ ആ സജ്ജന സംഘം കൊണ്ട് എപ്പോഴും അവർ പറയുന്ന ഈശ്വര കഥകളെ കൊണ്ട് അവർക്ക് ഉള്ളിൽ ഉള്ള ഭക്തി മറ്റൊരാൾക്ക് ഉണ്ടാക്കാൻ അവർക്ക് കഴിയും. ക്രമേണ ഈ ചേരുന്നവരുടെ നമ്മുടെ മനസ്സിലും ഭക്തി ഉണ്ടാവുന്നു. അങ്ങനെ സത്സംഗം കൊണ്ട് ഭക്തി ഉണ്ടാക്കുക, മനസ്സിനെ ഭക്തിയിൽ ഉറപ്പിക്കുക. സുഖവും വേണ്ട, ദുഃഖവും വേണ്ട. എന്തു വേണം? നിർവൃതി. ആ നിർവൃതിയും സുഖവും തമ്മിലുള്ള വ്യത്യാസം, സുഖത്തിൽ ഞാനുണ്ട്, നിർവൃതിയിൽ ഞാനില്ല. സുഖം താൽക്കാലികമാണ്, നിർവൃതി കുറേയും കൂടി ശാശ്വതമാണ്, സ്ഥിരമാണ്. ഇങ്ങനെയുള്ളതായിട്ടുള്ള നിർവൃതിയിലേക്ക് എത്തുക, ഈശ്വരനിൽ ഭജിക്കുന്ന നിർവൃതിയിലേക്ക് എത്തുക. അവ സജ്ജന സംഘം കൊണ്ടേ ലഭിക്കുകയുള്ളൂ ഭക്തി. ആ സജ്ജനങ്ങൾ എങ്ങനത്തെ ആൾക്കാരാണ്? എൻ്റെ കഥകൾ പറയുന്നതിൽ തൽപരർ, കേൾപ്പിക്കുന്നതിൽ തൽപരർ, നാമം ജപിക്കുന്നതിൽ തൽപരർ, എന്നെ ഭജിക്കുന്നതിൽ സദാ ആസക്തിയുള്ള അത്തരം ജനങ്ങളുമായിട്ടുള്ള സമ്പർക്കം അമ്മേ ഭക്തി നമുക്ക് തന്നെ ഉണ്ടാവാൻ കാരണമാവും. ഭക്തി ഉണ്ടായാൽ നമുക്ക് സുഖവും ഉണ്ടാവില്ല, ദുഃഖവും ഉണ്ടാവില്ല. നിർവൃതിയാണ് ഉണ്ടാവുന്നത്, അഹങ്കാരമില്ലാത്ത നിർവൃതിയാണ് ഉണ്ടാവുന്നത്. അത് കുറേയൊക്കെ ശാശ്വതവും ആണ്. ഇങ്ങനെയാണ് സുഖദുഃഖങ്ങളിൽ നിന്ന് മുക്തി പ്രാപിച്ച് ശാശ്വതമായിട്ടുള്ള ആനന്ദത്തിലേക്ക് എത്തിക്കുക. ആദ്യം ഉണ്ടാവേണ്ടത് ഭക്തിയാണ് എന്നും പറഞ്ഞുകൊണ്ടാണ് ഭഗവാൻ ഉപദേശം തുടരുന്നത്. സത്സംഗം കൊണ്ടുള്ള എങ്ങനെയൊക്കെയാണ് ഭക്തി ഉണ്ടാവുക, അതിനെക്കുറിച്ച് കുറച്ചധികം പറയാനുണ്ട്. അത് വേറൊരു ഭാഗത്ത് നമുക്ക് പറയാം. ഇപ്പം ഭക്തിയാണ് പ്രധാന മാർഗമെന്നും അത് സത്സംഗം കൊണ്ടാണ് ഉണ്ടാവുക എന്നും, സുഖവും വേണ്ട ദുഃഖവും വേണ്ട ആ അവസ്ഥയിലേക്ക് എത്തിക്കലാണ് വേണ്ടത് എന്നും, അതാണ് സുഖദുഃഖങ്ങൾക്ക് ഇത് മുക്തി കിട്ടാനുള്ള മാർഗം എന്നും പറഞ്ഞ് ഈ ഭാഗം അവസാനിപ്പിക്കുകയാണ്. ബാക്കി നമുക്ക് മറ്റൊരു ഭാഗത്തിൽ കാണാം. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൻ കരോതി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം.